നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൃത്യസമയത്ത് കരാർ പ്രകാരമുള്ള വീട്ടുവാടക സൗദിയിൽ അടയ്ക്കാനായില്ല എങ്കിൽ ഇനി പ്രവാസികൾ നിയമക്കുരുക്കിൽപ്പെടും. വാടക കരാർ ഓൺലൈനിലൂടെ ഇജാർ പ്ലാറ്റ്ഫോമിൽ ബന്ധിപ്പിച്ചതിനാൽ കരാർ പ്രകാരം വാടക കെട്ടിട ഉടമയ്ക്ക് നൽകാനാവാതെ വൈകുന്ന പ്രവാസികളാണ് നിയമക്കുരുക്കിൽപ്പെടുന്നത്. ഇഷാർ സിസ്റ്റം മുഖേന വാടക കരാർ കെട്ടിടം വാടകയ്ക്കെടുത്ത വ്യക്തികളുടെ അപ്ഷെയർ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചതിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് മിക്കവരെയും നിയമക്കുരുക്കിൽ അകപ്പെടുത്തിയത്. 3 വർഷം മുമ്പാണ് എല്ലാ വാടക കരാറുകളും ഇജാർ പ്ലാറ്റ്ഫോം മുഖാന്തരം രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ നിലവിൽ വന്നത്. വാടക കരാറിന്റെയും കെട്ടിട ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഈ പദ്ധതി മന്ത്രാലയം നടപ്പിൽ വരുത്തിയത്. സൗദിയിലെ ഭൂരിപക്ഷ വാടക കരാറുകളും ഇജാർ പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം തന്നെ ബന്ധിപ്പിച്ചു കഴിഞ്ഞു. വാടക തുക അടയ്ക്കാനുള്ള സമയപരിധി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ കെട്ടിട ഉടമയ്ക്ക് കരാർ പ്രകാരമുള്ള തുക അടയ്ക്കുന്നതിനായി കെട്ടിടം വാടകയ്ക്കെടുത്ത വ്യക്തിയോട് ആവശ്യപ്പെടാമെന്നും 30 ദിവസത്തിനകം ശേഷം കോടതി നടപടികളിലേക്ക് നീങ്ങാവുന്നതാണെന്നും ഇജാർ പ്ലാറ്റ്ഫോം വ്യക്തമാക്കുന്നു. ഇതിനായുള്ള നിയമപരിരക്ഷയും സൗദിയിൽ കോടതികൾ നൽകുന്നുണ്ട്. നിയമ മന്ത്രാലയത്തിന്റെ നാജിസ് പോർട്ടലിലൂടെ വാടക കരാർ അറ്റാച്ച് ചെയ്തതിനു ശേഷം കെട്ടിട ഉടമയ്ക്ക് വാടക കരാറിനെതിരെ കേസ് നൽകാവുന്നതാണ്. കേസ് ഫയലിൽ സ്വീകരിക്കുന്ന പക്ഷം വാടകയ്ക്കെടുത്ത വ്യക്തിയുടെ മൊബൈൽ പണമെടുക്കാനായി 5 ദിവസത്തെ സമയപരിധി നൽകിയുള്ള സന്ദേശം എത്തും. പണമെടുക്കാത്ത പക്ഷം ഈ തീയതി അവസാനിക്കുന്നതോടെ കോടതി സെൻട്രൽ ബാങ്കിൽ വിവരം അറിയിക്കുന്നതോടുകൂടി വാടക കരാറിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ കെട്ടിട ഉടമയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. തുകയില്ല എങ്കിൽ പണം എടുക്കുന്നത് വരെ അക്കൗണ്ട് മരവിപ്പിച്ച സ്ഥിതിയായിരിക്കും. 10 വർഷം വരെ യാത്രാ വിലക്ക് വരെയും തുടർന്ന് എത്തും. കേസ് നൽകിയത് കെട്ടിട ഉടമയോ റിയൽ എസ്റ്റേറ്റ് കമ്പനിയോ ആണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പണം അടച്ചതിനു ശേഷം നിയമ നടപടികൾ നീങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. വാദിഭാഗം പണം ലഭിച്ചിട്ടുണ്ടെന്നും കേസ് പിൻവലിക്കാവുന്നതാണെന്നും കോടതിയിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതുമാണ്. തുടർന്ന് കോടതി യാത്രാ വിലക്ക് നീക്കി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി പിൻവലിക്കാൻ സെൻട്രൽ ബാങ്കിനോട് ആവശ്യപ്പെടും. അതോടെ 2-3 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാകും. വാടക കരാറിൽ ഒരുമിച്ച് പേര് രജിസ്റ്റർ ചെയ്താൽ പ്രവാസി തൊഴിലാളികൾക്ക് സൗദിയിൽ പ്ലാറ്റ്ഫോമുകളിൽ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കും. വാടക കരാറിൽ താമസിക്കുന്നവരുടെ പേരുകളെല്ലാം രേഖപ്പെടുത്തിയാൽ മതിയാകും. ഒരുമിച്ച് താമസിക്കുന്നത് നിയമവിരുദ്ധമായി അധികൃതർ കാണില്ല. ഇതിനു വേണ്ടിയാണ് നാഷണൽ അഡ്രസ് സംവിധാനത്തെ വാടക സേവന ഇലക്ട്രോണിക് സംവിധാനമായി ഇജാർ നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചത്. വാടക നൽകേണ്ട സമയപരിധി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ കെട്ടിട ഉടമയ്ക്ക് വാടക അടയ്ക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. 30 ദിവസം കഴിഞ്ഞിട്ടും വാടക കരാർ തുക അടച്ചില്ല എങ്കിൽ കെട്ടിട ഉടമയ്ക്ക് കോടതിയെ സമീപിക്കാവുന്നതും ആണ്. അത്തരത്തിലുള്ള കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് സൂക്ഷിച്ചോളൂ. വാടക കൃത്യസമയത്ത് കൊടുക്കാനായി ഓർക്കേണ്ടതാണ്. ഇനി അഥവാ മറന്നുപോയി കഴിഞ്ഞാലും ഇത്തരം നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ വാടക നൽകാനായി ശ്രമിക്കുക, ഓർക്കുക.